നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് കൊറോണ വ്യാപനം തുടങ്ങിയതിൽ പിന്നെ കുറച്ചു ദിവസമായി പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല. സന്ദർശക വിസയിൽ വന്നവർ, വയസ്സായ മാതാപിതാക്കൾ, ഗർഭിണികൾ, സ്വന്തം അച്ഛന്റെ മൃതദേഹം അവസാനമായി കാണാൻ കഴിയാത്ത മകളുടെ കണ്ണുനീർ, സ്വന്തം മകന്റെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചിട്ട് കൂടെ പോകാൻ കഴിയാതെ അന്ത്യകർമ്മങ്ങൾ വീഡിയോ കോളിലൂടെ കണ്ട മാതാപിതാക്കളുടെ വിലാപം എന്നിങ്ങനെ നീളുകയാണ് നമ്മുടെ പ്രവാസികളുടെ വിലാപങ്ങൾ. നാട്ടിൽ നിന്ന് മരുന്നുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾ, അങ്ങനെ പോകുന്നു ഇവിടുത്തെ പ്രവാസികളുടെ കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെയും കഥകൾ. അങ്ങനെ കേന്ദ്രത്തിന്റെ ഒരു സമാധാന വാക്ക് ഇവിടുത്തെ മലയാളിയായ പ്രവാസികളുടെ വേദന അകറ്റുകയാണ്. ഇതൊക്കെ നേരിൽ കാണുന്നത് പ്രവാസികൾ തന്നെ. ചിലപ്പോൾ പ്രതികരിച്ചിരുന്നുവെങ്കിലും അതിനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായി തള്ളിക്കളയുകയും ചെയ്യരുത്. രാഷ്ട്രത്തിന്റെയും മതത്തിന്റെയും ജാതിക്കും അതീതമായി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് പ്രവാസികൾ. അവർക്ക് ഇത്തരമൊരു വേദന സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എന്നാൽ അവർക്കെല്ലാം ഒരു ആശ്വാസ വാക്ക് കേന്ദ്രം നൽകിയിരിക്കുകയാണ്. അതിന് പിന്നാലെ മുൻഗണനാ പട്ടിക കൂടി തയ്യാറാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നോർക്ക. ഇതിനോടകം തന്നെ ഈ പദ്ധതി തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇതിനായി മുൻഗണനാ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിയവരെ ആദ്യം കൊണ്ടുവരേണ്ടി വരുമെന്നാണ് കേന്ദ്രം പറയുന്നത്. സന്ദർശക വിസയിൽ പോയി കുടുങ്ങിയവർ എത്രയെന്ന കണക്കും എടുക്കും. മത്സ്യത്തൊഴിലാളികളെയും ആദ്യം പരിഗണിക്കും. കോവിഡ് ഭീഷണി കൂടിയ രാജ്യങ്ങളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളുടെയും എണ്ണമെടുക്കും. കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാനങ്ങൾ ഉപയോഗിക്കും. വിമാന സർവീസ് തുടങ്ങുമ്പോൾ പ്രവാസികളുടെ മടക്കം സാധ്യമാകുമെന്നും കേന്ദ്രം പറയുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരുമായി നാളെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ പിൻവലിക്കാമോ? ഇതര സംസ്ഥാന തൊഴിലാളികളെ തിരികെ കൊണ്ടുവരാൻ സജ്ജമാണോ? പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ നിലപാട് എന്ത്? എന്നിവയെല്ലാമാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരോടും പ്രധാനമായും ചോദിക്കുന്നത്. അങ്ങനെ വരുന്ന ഞായറാഴ്ചയാണ് ലോക്ക്ഡൌൺ അവസാനിക്കുക. അതോടെ 40 ദിവസത്തെ ലോക്ക്ഡൌൺ പൂർത്തിയാകും. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും ലോക്ക്ഡൌൺ നീട്ടുന്നതിനോട് കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കോ താല്പര്യവുമില്ല. അതേസമയം മഹാരാഷ്ട്ര, ദില്ലി, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ ലോക്ക്ഡൌണിൽ ഇളവ് നൽകിയാൽ അത് രോഗവ്യാപനം ഇരട്ടിയാവാൻ കാരണമായേക്കുമെന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്രം പൊതുവിൽ ലോക്ക്ഡൌൺ പിൻവലിക്കുകയോ കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയോ ചെയ്ത ശേഷം സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ നിയന്ത്രണം തുടരാൻ അനുവാദം നൽകിയിരിക്കും എന്നാണ് സൂചന. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടക്കമുള്ള പ്രമുഖരടക്കം നിരവധി പേർ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയുമാണ്. സന്ദർശക വിസയിൽ ഹ്രസ്വ സന്ദർശനത്തിന് പോയവരും ഉപരിപഠനത്തിനായി പോയ വിദ്യാർത്ഥികളെയും പ്രത്യേക വിമാനത്തിൽ തിരികെ കൊണ്ടുവരാനാണ് സാധ്യത. ഇങ്ങനെ അത്യാവശ്യമായി എത്തിക്കേണ്ടവരെ പ്രത്യേക വിമാനങ്ങളിൽ തിരികെ കൊണ്ടുവന്ന ശേഷം മാത്രം മറ്റ് പ്രവാസികളെ നാട്ടിലേക്ക് വരാൻ അനുവദിക്കുക എന്നതാവും കേന്ദ്രത്തിന്റെ നിലപാട്. കേരളത്തിൽ മാത്രം 1 ലക്ഷം പ്രവാസികൾ മടങ്ങിയെത്തുമെന്നാണ് കേരളം ഇന്നലെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.